ഒരാണ് ഉരുകി കൊണ്ടെത്തുന്നത് തങ്ങൾ അഭിമാനം. ഓൻ മരിച്ചടക്കുമ്പോഴേ നിങ്ങൾ വട്ടപൂജ നിങ്ങൾക്ക് പലർക്കും ബോധ്യപ്പെടും. ആ ആണിന് ജീവിച്ചിരിക്കുമ്പോൾ ഒരു സമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എന്തിനാ മുഞ്ച്? പിന്നെ ആർക്ക് വേണം മുതല്? നല്ല പെണ്ണെന്നാൽ കിട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാണ്. അതിനെ നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മളെ ഉമ്മാര്, അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 മരിക്കുന്നത്. 13 ദിവസം സുക്കേടായി കിടന്നിട്ടുണ്ട് അള്ളാന്റെ റസൂല്. 13ാമത്തെ ദിവസം റബീഉൽ അവ്വൽ 12. അന്ന് അള്ളാന്റെ റസൂല് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു സുബഹി നിസ്കരിച്ച് കിടത്തത്തിൽ തന്നെ പെട്ടെന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായി, ഇന്ന് സൂര്യൻ അസ്തമിക്കാൻ ഞാൻ ഉണ്ടാവൂല. അള്ളാന്റെ റസൂല് വല്ലാത്ത ശ്വാസം മുട്ടലും തുടങ്ങി. അരികിലുള്ള ഒരു മുണ്ടെടുത്ത് റസൂല് മുഖത്തേക്കിട്ട് മുഖത്തുനിന്ന് ഇങ്ങനെ വലിച്ചു മാറ്റി. ദൂരത്തുനിന്ന് പല്ല് തേക്കുന്ന ആയിഷാ ബീവി നോക്കുമ്പോൾ ശ്വാസം മുട്ടിയിട്ട് റസൂൽ ഇങ്ങനെ വെപ്രാളപ്പെടുക. ആയിഷാ ബീവി ഓടി വന്ന് റസൂലിന്റെ അടുത്ത് മടി കിടത്തി. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, എന്താ റസൂൽ നിങ്ങൾക്ക് ഒരു ബേജാറ്? അള്ളാന്റെ റസൂൽ പതുക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, ഇന്നലിൽ മൗത്തി സക്കറാർ, മരണം എവിടെയോ എത്തിയിട്ടുണ്ട് ആയിഷ. മരണത്തിന്റെ വേദന ഞാൻ എന്റെ ശരീരത്തിൽ അറിയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ പിന്നെ ആയിഷാ ബീവി എന്ന നമ്മളെ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് റളിയല്ലാഹു അൻഹ ചെയ്യുന്ന എന്താണെന്നറിയോ? സ്വന്തം ഭർത്താവായ റസൂലിന് ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം ചെയ്തു കൊടുക്കുക. അള്ളാന്റെ റസൂലിന് ഭയങ്കര ഇഷ്ടം ഒന്നിലധികം തവണ പല്ല് തേക്കാന്നുള്ളത്. ആയിഷാ ബീവി അതുവരെ പല്ല് തേച്ച കൊള്ളിക്കഷൻ എടുത്ത് തിരിച്ചു പിടിച്ച് മറുഭാഗം ചവച്ചരച്ച് പദം വരുത്തി 2-3 തവണ റസൂലിന്റെ പല്ലേപ്പിച്ചു കൊടുത്തു. ആ പടയുന്നതിന്റെ ഇടയിൽ പിന്നെ അരികുന്ന കുറച്ച് വെള്ളെടുത്ത് റസൂലുള്ളാഹിന്റെ മുഖത്ത് ഇങ്ങനെ തടവി കൊടുക്കും. അതും റസൂലിന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ തടവുന്ന സമയത്ത് എപ്പോഴോ ആയിഷാ ബീവിന്റെ മടി കിടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുക. അതാ മനുഷ്യരെ ആണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന പെണ്ണിന്റെ ശ്രേഷ്ഠത. നാട്ടിലെ കുറെ കുടുംബക്കാരുടെ ഇടയിൽ നമ്മൾ ഭയങ്കര മൊഞ്ചത്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയോണ്ട് കാര്യമല്ല. കെട്ടിയ ആണ് പറയണം, ഓൾ ഇന്റെ ഒരു സന്തോഷായിരുന്നു, ഓൾ ഇന്റെ ഒരു ഭാഗ്യായിരുന്നു. എങ്കിൽ അള്ള വാക്ക് തരുന്നു, സ്വർഗത്തിന്റെ 8 വാതിലും പടച്ചവങ്ങൾക്ക് തുറന്നു തരും. ആ തിരിച്ചറിവാണ് ഉമ്മാർക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു നല്ല പെൺകുട്ടിയും ഇണയും തുണയുമാകാൻ സഹോദരി തൗഫീഖ് നൽകട്ടെ.